അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. വിശുദ്ധ റമളാനിലേക്ക് നാം പ്രവേശിച്ച് വിവിധങ്ങളായ ആരാധനാ കർമ്മങ്ങളിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടാവായ റബ്ബ് അതിൽ വന്നു പോകുന്ന പാകപ്പിഴവുകളും കുറ്റങ്ങളും കുറവുകളും പുറത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പതിനൊന്ന് മാസം യഥേഷ്ടം ഭക്ഷണം കഴിച്ച് പാനീയം കുടിച്ച് ജീവിച്ച മനുഷ്യനെ ഒരു മാസം സൃഷ്ടാവ് നോമ്പിന് നിർബന്ധിപ്പിക്കുകയാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് വ്രതം നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത മുറുകെ പിടിക്കുന്നവരാകാൻ വേണ്ടി. ഇതാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ് ഈ തഖ്വ? ധാരാളം നിർവചനങ്ങൾ അതിനുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മത്തഖ്വ, എന്താണ് ഈ റമളാൻ നോമ്പ് കൊണ്ട് സൃഷ്ടാവ് ലക്ഷ്യം വച്ച തഖ്വ എന്താണ്? അപ്പോൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, അമാ സലക്ത യാ ഉമറു ത്വരീഖൻ ദാ ശൗക്കിൻ, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ ഉമറേ? അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഷമ്മിർത്തു വജ്തഹദ്തു, വളരെ പരിശ്രമിച്ച് ത്യാഗം ചെയ്ത് മുള്ള് കയറാതെ കല്ലിൽ തട്ടാതെ കാലിനൊരു കേടുപാടും ശരീരത്തിൽ സംഭവിക്കാതെ സൂക്ഷ്മതയോടുകൂടെയാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാലിക തഖ്വ, അതാണ് തഖ്വ. ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരുപാട് അരുതായ്മകളും തെറ്റുകുറ്റങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അല്ലെങ്കിൽ നാം ജീവിക്കുന്ന പരിസരത്ത് അവകളെല്ലാം ഉണ്ട്. തെറ്റുകുറ്റങ്ങൾക്കുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതിലൊന്നിലും പെടാതെ സസൂക്ഷ്മം ജീവിക്കുക. അങ്ങനെ ജീവിക്കാനുള്ള ഒരു പ്രാക്ടീസാണ് വ്രതം എന്നാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. ഒന്നുകൂടെ പറഞ്ഞാൽ, സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബ് സദാസമയം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ റബ്ബിന്റെ ക്യാമറ കണ്ണിന് നമുക്കാർക്കും മറയ്ക്കാൻ കഴിയില്ല എന്ന ഒരു ചിന്ത
നാം നമ്മുടെ പരസ്യ ജീവിതത്തെ നന്നാക്കുന്നു. എന്തുകൊണ്ട്? മറ്റുള്ള സൃഷ്ടിജാലങ്ങൾ നമ്മെ നിരീക്ഷിക്കുന്നത് കൊണ്ട്. എങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതത്തെയും നാം നന്നാക്കുക. എന്തിനു വേണ്ടി? യജമാനനായ റബ്ബിന്റെ നിരീക്ഷണമുണ്ട് എന്ന ചിന്തക്ക് വേണ്ടി. ഈ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് വിശുദ്ധ റമദാനിലെ മുഖ്യ കർമ്മമായ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മഹാനരാകുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വനാന്തരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ആട്ടിടയനെ കണ്ടു. അദ്ദേഹം കുറഞ്ഞ ആടുകളെയും മേച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ബിഅലി ഷാത്തൻ, ഒരാടിനെ എനിക്ക് നിങ്ങൾ വിൽക്കണം, ഞാൻ നല്ല പണം തരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ ആടുകളല്ല, എനിക്ക് വിൽക്കാൻ അധികാരമില്ല, എൻ്റെ മുതലാളിയുടേതാണ്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അതിന് മുതലാളി എവിടെയാണ്? വഹുവ ഫീ മൗളിഇൻ ലാ യറാന, നമ്മൾ അദ്ദേഹം ഇപ്പൊ കാണുകയില്ലല്ലോ. ഒരാട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ, നിനക്ക് പൈസ കിട്ടും, വേണ്ടുവോളം പൈസ കിട്ടും, എനിക്ക് ആടിനെയും കിട്ടും. അപ്പോൾ ആ ആട്ടിടയൻ ചോദിച്ച ഒരു വാക്കുണ്ട്, അല്ലാഹു എവിടെ? സൃഷ്ടാവ് എവിടെ? ഒരു പക്ഷേ എനിക്ക് എൻ്റെ യജമാനന്റെ കണ്ണിൽ നിന്ന് ഞാൻ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കബളിപ്പിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ സൃഷ്ടാവ് ഇത് അറിയുന്നുണ്ടല്ലോ. ആ സൃഷ്ടാവിനോട് ഞാൻ എന്തു പറയണമെന്ന് കൂടി നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾക്ക് അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട്, അടിമയായ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് യജമാനന്റെ അരികിലേക്കെത്തി വേണ്ടത്ര പണം നൽകി അദ്ദേഹത്തെ മോചിപ്പിച്ചെടുക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ അന്നത്തെ പ്രൊഫൈൽ, ഐനല്ലാ, എവിടെയാണ് സൃഷ്ടാവ്? ആ സൃഷ്ടാവിനോട് എന്ത് മറുപടി പറയണം? ഈ ഒരു സൂക്ഷ്മത, യജമാനനായ റബ്ബ്, സൃഷ്ടാവ് സദാസമയം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത, ഈ ചിന്തയാണ് തഖ്വ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1926 ജൂൺ 6 ബറോഡയിലെ ഒരു പട്ടാള ക്യാമ്പിൽ മേജർ മൈ ഡി എന്ന നേതാവ് തൻ്റെ റൂമിലിരുന്നു കൊണ്ട് ഗ്രൗണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഓർഡിനറി സോൾജിയർ, ഒരു സാധാരണ പട്ടാളക്കാരൻ, അദ്ദേഹത്തിൻ്റെ പുറത്ത് കല്ലുകൾ നിറച്ച ചാക്ക് വച്ചുകൊണ്ട് 4 മണിക്കൂർ ഓടുകയാണ്. ഏതോ ഒരു തെറ്റിനുള്ള പണിഷ്മെന്റ് ആണെന്നറിയാം. ഇത് 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും ഇത് തന്നെ കണ്ടു. അതിനുശേഷം 4 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഫ്രീ ആക്കി വിട്ടപ്പോൾ അദ്ദേഹം വേഗം പോയി അംഗശുദ്ധി വരുത്തി നിസ്കരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മേജർ മൈഡി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെ 3 ദിവസമായി ഞാൻ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നത് കാണുന്നു, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്? അപ്പോൾ ആ പട്ടാളക്കാരൻ, അബ്ദുള്ള എന്ന പട്ടാളക്കാരൻ പറഞ്ഞു, ഞാൻ പരേഡിന് വൈകിയെത്തിയതാണ് തെറ്റ്. 5 മണിക്ക് എത്തേണ്ടത് ഞാൻ 5:30 എത്തുമ്പോൾ. എന്താണ് തുടർച്ചയായി വൈകാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സുബഹി നിസ്കാരം കഴിയുമ്പോഴേക്കും സമയം അത്രയാകും, അത് കഴിയാതെ എനിക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് ആ നിസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ വൈകുന്നതാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ശിക്ഷ നിരന്തരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേജർ മൈഡി അദ്ദേഹത്തോട് ചോദിച്ചു,
നിങ്ങളെ 4 മണിക്കൂറത്തെ ഈ ശിക്ഷയ്ക്ക് ശേഷം ഫ്രീ ആക്കി വിട്ടപ്പോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ല, വെള്ളം കുടിക്കുന്നത് കണ്ടില്ല, നിങ്ങൾ അംഗശുദ്ധി വരുത്തി നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നോമ്പാണ്, ഇത് റമദാൻ മാസമാണ്. പെട്ടെന്ന് മേജർ മൈഡിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു മുറിവ് പോലെ, നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ നല്ല വെയിലത്തി മനുഷ്യൻ ഈ ഓടുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ ഒരല്പം വെള്ളം കുടിച്ചാൽ, നിന്റെ കൂട്ടത്തിൽ ഇവിടെ വേറെ ആരുമില്ലല്ലോ, ഒരു മുസ്ലിം ആയിട്ട് ആരുമില്ല, ആരും അറിയില്ലല്ലോ എന്ന് മേജർ മൈഡി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സൃഷ്ടാവ് എന്നെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വൈകുന്നേരമാകാതെ വെള്ളം കുടിക്കാൻ കഴിയില്ല, എനിക്ക് വ്രതമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത മേജർ മൈഡിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് ബ്രിട്ടീഷ് മേധാവി ജനറൽ ഡയർ ആദ്യം ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ഈ മേജർ മൈഡിയായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ്. എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിന്റെ വിശുദ്ധി. അങ്ങനെ ഇദ്ദേഹം അബ്ദുള്ളയുമായി വലിയ കൂട്ടുകാരനായി. പിന്നെ അദ്ദേഹം അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിക്കുന്നതാണ് പിന്നെ ചരിത്രം പറയുന്നത്. പിന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും. റാവൽപിണ്ടിയിലേക്ക് പോയി, ഭാര്യയും മക്കളെല്ലാവരും ഒഴിഞ്ഞുപോയി. ബ്രിട്ടീഷുകാർ പൗരത്വം നിഷേധിച്ച് ലാഹോറിലേക്ക് പോകേണ്ടി വന്നു. അവസാനം കൽത്തുറുങ്കിൽ മരണപ്പെടേണ്ടി വന്നു. പക്ഷേ അവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ചില സൂക്ഷ്മതയുടെ വശങ്ങളുണ്ട്. സൃഷ്ടാവ് കാണുന്നു എന്ന ഒരു പ്രമേയമാണ് അബ്ദുള്ളയിൽ നിന്ന് മേജർ മൈഡി പകർത്തിയെടുത്തത്. ഇതുപോലെ നാം നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിലും ഹോളി ഹെൽത്ത് ക്യാമ്പ്, ഒരു മാസത്തെ ആരോഗ്യ ക്യാമ്പെന്ന് നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഡോക്ടർമാരുണ്ട്. ആൻ ഓപ്പറേഷൻ വിത്തൗട്ട് സർജറി, മുറിപ്പെടുത്താതെയുള്ള ഒരു സർജറിയാണ് വ്രതം, ഒരു മാസത്തെ വ്രതം എന്ന് പരിചയപ്പെടുത്തിയവരുണ്ട്. ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വ്രതത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സാധുക്കളുടെ വിശപ്പിനെ മനസ്സിലാക്കുക എന്നുള്ളത്. കേവലം കോൺട്രാക്റ്റ് കെട്ടിടങ്ങൾക്കുള്ളിൽ ശീതീകരിച്ച റൂമിലിരുന്നു കൊണ്ട് നമുക്ക് എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യാം എന്നതിനെക്കുറിച്ച് തിസീസ് എഴുതിയത് കൊണ്ട് മാത്രം കാരുണ്യ പ്രവർത്തനങ്ങളാവുകയില്ലല്ലോ. നേരെ മറിച്ച് വിശപ്പിന്റെ കടലിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് കടൽക്കരയിൽ നിന്നുകൊണ്ട് കയറിട്ട് കൊടുക്കുകയല്ല പറയുന്നത്. നിങ്ങൾ ആ കടലിലേക്ക് ഇറങ്ങണം, പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിളിയാളം മനസ്സിലാക്കണം എന്ന ഒരു ലക്ഷ്യവും ഈ നോമ്പിലുണ്ട്. അങ്ങനെ വിശന്ന് കഴിയുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കണമെന്ന സന്ദേശമുണ്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരി അതിസൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അസ്തമിച്ചു പോകാവുന്നതാണ്, നൈമിഷികമാണ്. ഈ നൈമിഷികമായ ലോകത്ത് ആരോടും പിണങ്ങാനോ വൈരാഗ്യം കൊണ്ട് നടക്കാനോ ശത്രുത വെക്കാനോ സമയമില്ല. സൃഷ്ടാവായ യജമാനനായ റബ്ബ് ഏത് രൂപത്തിലാണോ നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത് ആ രൂപത്തിൽ ജീവിക്കുക. ഒരു കമ്പനി ഒരു കാറ് പുറത്തിറക്കിയാൽ ആ കാറ് അതിൽ എന്ത് ഇന്ധനമാണ് അടിക്കേണ്ടത്, അത് എപ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത്, എത്ര ആളുകളാണ് അതിൽ മിനിമം കയറുന്നത്, ഇങ്ങനെയുള്ള കാറ്റലോഗ് നൽകുന്നത് ആ കമ്പനിയുടെ പ്രൊഡ്യൂസറാണ്, അതിൻ്റെ മാനേജറാണ്. എന്നതുപോലെ സൃഷ്ടാവ് സൃഷ്ടികൾക്കൊരു കാറ്റലോഗ് നൽകിയിട്ടുണ്ട്. ആ കാറ്റലോഗ് അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം, അതിനാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ആ രൂപത്തിലുള്ള തഖ്വ കരസ്ഥമാക്കുക, സൂക്ഷ്മത കരസ്ഥമാക്കുക, ഇതാണ്
വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന മാസത്തിലെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. തറാവീഹ് നിസ്കാരമുണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, അതുപോലെ നോമ്പ് തുറപ്പിക്കലുകളുണ്ട്, ഇഅ്തികാഫുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നോമ്പ് വിശുദ്ധ റമദാനിലെ പ്രധാനപ്പെട്ട കർമ്മം വ്രതമാണ്. വ്രതത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ പറഞ്ഞ സൂക്ഷ്മത കൈവരിക്കലാണ്. സൃഷ്ടാവായ റബ്ബ് നമുക്ക് ലഭിച്ച ഈ അവസരത്തിൽ അതിസൂക്ഷ്മത കൈവരിച്ച് കഴിഞ്ഞ കാലം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ പൊറുപ്പിച്ച് വരാനുള്ള കാലത്തെ ജീവിതം നന്നാക്കാൻ ഈ വ്രതം കൊണ്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സലിമത്തിൽ ജുമഅത്തു സലിമത്തിൽ അയ്യാം. ഒരാഴ്ചയിൽ അവൻ്റെ വെള്ളിയാഴ്ച പരിപൂർണമായി പാപസുരക്ഷിതനാകാൻ അവന് കഴിഞ്ഞാൽ അവൻ്റെ ആ ആഴ്ച രക്ഷപ്പെട്ടു. ആ ആഴ്ചയിൽ വന്ന ചെറിയ പോരായ്മകൾ സൃഷ്ടാവ് മാപ്പ് തരും എന്നതുപോലെ ഇദാ സലിമ റമളാനു സലിമത്തിസ്സന. റമളാൻ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല രൂപത്തിൽ റമളാനിനെ സ്വീകരിച്ച് ആരാധനാ കർമ്മങ്ങൾ ചെയ്ത് യാത്രയാക്കിയാൽ സലിമത്തിസ്സന, വർഷം മുഴുവനും രക്ഷപ്പെടും. അപ്പൊ കഴിഞ്ഞ കാലം നമ്മുടെ ഇന്നലകളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനും തുടർന്നങ്ങോട്ടുള്ള ജീവിതം വളരെ നല്ല രൂപത്തിലാക്കിയെടുക്കാനും വിശുദ്ധ റമളാൻ കൊണ്ട് കഴിയണം. നാഥൻ തുണയ്ക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.